അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ വിശ്രമകാലമാണ് എന്നൊക്കെ സാധാരണയായി നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അവൻ്റെ പൊതുപ്രവർത്തനങ്ങളോ എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നിരന്തരമായി അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയേ തന്നെ വേണം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കി ആ സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുക എന്നതല്ല. ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ഏർപ്പാട്, അതിൻ്റെ അപ്പുറമുള്ളതിലേക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധിക്കൂല. അവൻ മറ്റുള്ളവർക്ക് വേണ്ടിയും തൻ്റെ ചുറ്റുപാടിന് വേണ്ടിയും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിൽ തൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതം സ്വസ്ഥമായിരിക്കുവാനുള്ള, രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് രാഷ്ട്രീയം. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അഹബ്ബുന്നാസി ഇലല്ലാഹ്, ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണ്. ഒരു മനുഷ്യന് അയാൾ മുസ്ലിമായിക്കൊണ്ട് അയാളിൽ മറ്റുള്ളവർ അയാളുടെ നന്മകളെയും അയാളുടെ ഉപകാരങ്ങളെയും ഏറെ പ്രതീക്ഷിക്കുന്നു. ഓനോട് പറഞ്ഞാൽ അത് നടക്കും, ഓനെ വിളിച്ചാൽ ഓൻ വരും, ഓനോട് പറഞ്ഞാൽ അതെന്തേലും കാര്യങ്ങൾ സഹായിക്കും എന്ന് ഒരാളെ കുറിച്ച് പൊതുജനത്തിന് ബോധ്യമുണ്ടാവുക. അഹബ്ബുന്നാസ് ഇലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എന്ന് പറയുന്നത് അൻഫഉഹും ലിന്നാസ്, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടാക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ചില ആളുകൾ ഉണ്ടാവാം, ജീവിതമൊക്കെ എത്ര പ്രയാസ കേൾക്കാരം, എന്നാലും അവരെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. വിശപ്പകറ്റാൻ, പാർക്കാൻ, രോഗമുണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തിനേറെ ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ വരെ അവരെ ഒന്ന് വിളിച്ചാൽ, അവരെ ഫോണിന്റെ മറുതലക്കൽ കിട്ടിയാൽ ആളുകൾക്ക് ആശ്വാസം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്, അവർ വരും, അവൻ ചെയ്തോളും, അവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട്, മതി, അറിഞ്ഞാ മതി, എങ്കിൽ തന്നെ അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ തയ്യാറാണ്. അത്തരം ആളുകൾ എത്ര കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കരിച്ച് ഒരു വഴിക്കങ്ങനെ പോകുന്ന, ആരോടും മിണ്ടാതെ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും അബൂബക്കറിന്റെ കൂടെയോ അബൂബക്കറിന്റെ മുമ്പിലോ എത്താൻ വലിയ പൂതിയ. നന്മയുടെ കാര്യത്തിൽ, ദുന്യാവിന്റെ കാര്യത്തിലല്ല, നന്മയുടെ കാര്യത്തിൽ അബൂബക്കറിന്റെ കൂടെ അല്ലെങ്കിൽ കൂടുതലൊക്കെ ചെയ്യാൻ വലിയ ആഗ്രഹം. അപ്പൊ ഒരിക്കൽ ഉമർ ഇങ്ങനെ നിരീക്ഷിച്ച്, എങ്ങട്ടാ അബൂബക്കറിന്റെ യാത്ര? കുറെ പിന്നാലെ യാത്ര ചെയ്തപ്പോ ഒരു കൊച്ചു വീട്ടിലേക്കാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു നടക്കുന്നുണ്ട്. അബൂബക്കർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉമർ ആ വീട്ടിലേക്ക് കയറി ചോദിച്ചു, ഇവിടെ ആരാപ്പ വന്നത്? കണ്ണിന് കാഴ്ചയില്ലാത്ത പ്രായം ചെന്നവരാണ്. അയാൾ പറഞ്ഞു, ആരാ വന്നത് എനിക്കറിയില്ല, എല്ലാ ദിവസവും വരാറുണ്ട്. എന്തിനാ അയാൾ വരാറ്? അയാൾ എനിക്ക് വേണ്ട ഭക്ഷണം, ഇവിടെ വേറെ ആരുമില്ല, ഞാൻ വൃദ്ധനാ, ഒന്നിനും കഴിയില്ല, ഞാൻ ഒറ്റക്കാ. അയാൾ എനിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു തരും, അയാൾ എൻ്റെ വീട് വൃത്തിയാക്കും, എന്നിട്ട് അയാൾ പോവും എല്ലാ ദിവസവും. ഉമർ കണ്ണു നിറഞ്ഞു. അങ്ങനെ
അബൂബക്കർ സിദ്ദീഖിൻ്റെ മരണത്തിന് ശേഷം ഉമർ ഇസ്ലാമിൻ്റെ ഖലീഫയായി. ഖലീഫയായപ്പോൾ അബൂബക്കറിൻ്റെ പാതയെ തന്നെ പിന്തുടരാൻ ഉമർ തീരുമാനിച്ചു. അബൂബക്കർ രാവിലെ പോകാറുള്ള വീട്ടിലേക്ക് ഉമറും രാവിലെ നടന്ന് ആ വീട്ടിൽ ചെന്ന് വീടൊക്കെ വൃത്തിയാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ കണ്ണു കാണാത്ത ആള് ചോദിച്ചു എന്നാ, സാധാരണ വരുന്ന ആളല്ലല്ലോ ഇന്ന് വന്നത്, ഇന്ന് വേറെ ആളാണല്ലോ. അപ്പോൾ ഉമറിന് അത്ഭുതമായി, അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായത്? അപ്പോൾ അയാൾ പറഞ്ഞത്, ഇന്നലെ വരെ വന്നിരുന്ന ആള് എനിക്ക് കാരക്ക തന്നപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരു ഒഴിവാക്കി തിന്നാൻ പാകത്തിനാണ് തന്നത്. ഇന്ന് തന്ന കാരക്കൻ്റെ ഉള്ളിൽ കുരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആള് മാറിയിട്ടുണ്ട്. ഉമർ കരഞ്ഞു പോയിന്നാ. അബൂബക്കറിനോളം വളരാൻ തനിക്കിനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് ഉമറിന് ബോധ്യമാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് എത്ര ഉപകാരം. നോക്ക് പ്രവാചകൻ പറയുന്നത്, വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂറുൻ തദ്ഖുലുഹു അലൽ മുസ്ലിം. തൻ്റെ സഹജീവിയായ ഒരു മുസ്ലിമിന് അയാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, സംതൃപ്തി ഉണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ തൻ്റെ ഒരു സഹജീവിയുടെ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അയാൾക്കൊരു പ്രയാസക്ക്, ഒരു കുട്ടി ആശുപത്രിയിലാണ്, മറ്റേ കുട്ടിയുടെ വീട് കാല് മുറിഞ്ഞിക്കണ്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, ഇവിടെ ആശുപത്രിക്ക് തൽക്കാലം ഞാൻ പോയിക്കോളാം. എന്തൊരു ആശ്വാസിക്കാരല്ലേ. നമ്മളൊക്കെ ഒറ്റക്കായി പടച്ചോനെ ഞാൻ എന്താ ചെയ്യുക എന്ന് ഇടങ്ങാറായി നിൽക്കുമ്പോൾ നോക്കി അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഒരാള് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം എത്രയാണ് അല്ലേ? ഒരു മനുഷ്യന്റെ പ്രയാസം ദൂരീകരിക്കുക, അല്ലെങ്കിൽ ഒരാളെ വിശപ്പകറ്റുക. വിശന്നിരിക്കുന്ന ഒരാൾക്ക് വിശപ്പകറ്റുക, അതിൻ്റെ ഒരു പുണ്യത്തിൽ കാര്യങ്ങൾ. വിശക്കുന്നവൻ്റെ, അള്ളാഹ്ക്ക് ഇവിടുത്തെ മനുഷ്യന്മാരെ വിശപ്പടക്കാൻ പറ്റായിട്ടല്ല, അള്ളാഹിൻ്റെ അടുത്ത് അതിനുള്ള ഭക്ഷണം ഇല്ലാഞ്ഞിട്ടുമല്ല, നമുക്കൊരു പരീക്ഷണമായിട്ടാ നമ്മുടെ ചുറ്റുഭാഗത്ത് അള്ളാഹു വിശക്കുന്നവരുണ്ടാക്കിയേ. ആ വിശക്കുന്നവൻ്റെ വിശപ്പടക്കാൻ അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്നലെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു പോലീസുകാരനോട് അടുത്തുള്ള ഒരു പ്രായം ചെന്ന ആൾ ചോദിക്കണ ഞാൻ കേട്ട്, നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞേ, ഇന്നലെ വൈകുന്നേരം വരെ വന്നാലേ ചിലപ്പോൾ ഒന്നും കിട്ടിയേക്കൂല, അതാ ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ഒരു സാധാരണ ചോദ്യമല്ല, ആ മനസ്സ് ഒരു സാധാരണ മനസ്സല്ല. വിശക്കുന്നവൻ്റെ വിശപ്പകറ്റുക അല്ലേ? ഔ തഖ്ലിയൻ ഹുദൈനൻ, കടം വീട്ടുക. എന്തും കൊടുക്കും, ഒരു ഉറുപ്പ്യാണ് കൊടുക്കൂല ചില ആൾക്കാർ അല്ലേ? ഒരാൾക്കൊക്കെ ഞാനാകെ കുടുങ്ങിക്കണ്, എനിക്കൊരു 50,000 ഉറുപ്പ്യൻ്റെ കടമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇഞ്ഞ് ബാങ്കിൽ നിന്നൊന്നും കടം വാങ്ങരുതിട്ടോ, ആ കടം ഞാൻ വീട്ടിക്കോളാം എന്ന് പറയാനുള്ള ആ ഒരു തൻ്റെ ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ അല്ലേ? എൻ്റെ ഒരു സഹോദരൻ അഥവാ ഇങ്ങനെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ, അയാളുടെ ഒരു ആവശ്യം നിർവഹിക്കുക, അയാൾക്കൊരു പ്രശ്നമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്, അയാളെ കുട്ടിക്ക് ചോര വേണം, അല്ലെ അയാൾക്ക് വേറെ ഒരു 2-3 ഓഫീസിൽ പോകണം, അല്ലെ അയാൾക്കൊരു പ്രയാസമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടക്കുക. ഞാനും പോരാ, നടക്കി, നമുക്ക് എന്താ ചെയ്യാലോ, അയാളുടെ കൂടെ പോവുക എന്നുള്ളത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദി യഅനി മസ്ജിദുൽ മദീന ഷഹ്റൻ. ഒരു മാസം മദീനത്തെ ഈ പള്ളിയിൽ, ഏതാ മദീനത്തെ ഈ പള്ളി? മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് ഏത്? എൻ്റെ ഒരു സഹോദരൻ്റെ പ്രയാസം തീർക്കാൻ വേണ്ടി ഓൻ്റെ കൂടെ ഞാനവിടെ പോയാൽ ഓനെ സഹായിക്കാൻ എനിക്ക് പറ്റും, ഓൻ്റെ പ്രയാസങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റും എന്ന് തോന്നിയിട്ട് അവൻ്റെ കൂടെ അവൻ്റെ പ്രയാസം മാറ്റാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പള്ളിയിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹിക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ അത് വെറുതെ ഇഷ്ടമല്ല, അതാ പ്രതിഫലത്തിൻ്റെ വ്യത്യാസമാണ് അല്ലേ? ഒരാളെ പ്രശ്നം, ഞാനെന്താ പോവൻ്റെ പ്രശ്നം തീർക്കാൻ എനിക്ക് പറ്റൂല, എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഒരു പണിയില്ലെങ്കിലും ഒരാളൊരു ഉപകാരത്തിന് വിളിച്ചാലേ ഞാനല്ല, എനിക്ക് പണിയുണ്ട്, എനിക്ക് അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ പോവില്ല. അതിൻ്റെ നഷ്ടത്തിന് കാര്യങ്ങൾ
ഒരു മാസമൊക്കെ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫി നമ്മളൊക്കെ ഒരു മണിക്കൂറൊക്കെ അതിനുള്ളിൽ കയറാൻ വേണ്ടി തിരക്കുന്ന തിരക്കത്തിലല്ലേ. അതിൻ്റെയൊക്കെ മേലെ അത്രേ ഒരാളെ സഹായം. ഞാൻ പറഞ്ഞ നിങ്ങൾ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, നന്മയുടെ പ്രവർത്തനം, പരസ്പരം സഹായിക്കുന്ന പ്രവർത്തനം, അതങ്ങനെ മരണം വരെ ആവുന്നത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. അതേതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ പാർട്ടിക്കാരന് വേണ്ടിയോ നേതാവിന് വേണ്ടിയോ ഒന്നും ആവരുത്. അപ്പം അത് വെറുതെ ആവും. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടി, അള്ളാന്റെ സഹായം കിട്ടാൻ വേണ്ടി ആവുന്ന രൂപത്തിൽ മറ്റുള്ളവരെ നമ്മളെ കണ്ടാൽ ഒരാൾക്ക് തോന്നണം മൂപ്പരെടുത്ത് പോയാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. പാതിരാത്രിയിൽ വാഹനം ടയർ പൊട്ടി കുടുംബത്തിൻ്റെ കൂടെ ഒറ്റപ്പെട്ട ഒരു കുടുംബം, ആരെ വിളിച്ചാലാ വരിക? ഈ പാതിരാത്രിക്ക് ആരെ വിളിച്ചാലും കിട്ടൂല. അയാളടുത്തുള്ള നമ്പറുകളൊക്കെ അങ്ങനെ എപ്പോൾ ആരും വിളിച്ചാൽ ഫോണിന് എടുക്കൂല. അപ്പം അയാളുടെ കൂടെയുള്ള കുട്ടി പറഞ്ഞത്രേ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നൊരു കുട്ടി ഈ പ്രദേശത്തുണ്ട്, അവളുടെ അച്ഛൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ട്, ബാപ്പാൻ്റെ നമ്പർ, നമുക്ക് ആ നമ്പർ ഒന്ന് വിളിച്ചാലോ? ആ കുട്ടി വിളിച്ചു. ആ വാപ്പ വണ്ടിയായിട്ട് വന്നു, ഇവരെ തൻ്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. അവിടെ രാത്രി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഈ വണ്ടി അയാൾ ആ രാത്രിയിൽ വണ്ടിയുടെ ജോലിക്കാരെ വിളിച്ച് ഈ വണ്ടി നന്നാക്കി. രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഈ കുടുംബത്തെ യാത്രയാക്കുന്ന നേരത്ത് ആ കുടുംബം ഇദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. നിങ്ങൾ ചെയ്ത ഈ വലിയ സഹായത്തിന് ഒത്തിരി നന്ദിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളല്ലല്ലോ നന്ദി പറയേണ്ടത്, ഞാനല്ലേ. ആ വീട്ടുകാരൻ പറഞ്ഞത്രേ, ഞാനല്ലേ നന്ദി പറയേണ്ടത്. അതെന്താ? ഈ പാതിരാത്രിയിൽ ആര് ഞങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ എൻ്റെ പേര് നിങ്ങളെ മനസ്സിൽ വന്നല്ലോ, ഞാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് തോന്നിയല്ലോ, ആ ഒരു വിചാരം എന്നെക്കുറിച്ച് നിങ്ങളെ മനസ്സിൽ വെച്ച് പുലർത്തിയല്ലോ, അതിന് ഞാനല്ലേ നിങ്ങളോട് നന്ദി പറയേണ്ടത് അല്ലേ? മറ്റുള്ളവർ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, അവർ നമ്മുടെ സഹായം പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നിങ്ങൾ അവർക്ക് എന്നിൽ പ്രതീക്ഷകൾ എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ എന്നിൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവർ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നത്, അവരെന്നെ വിളിച്ചത്, എന്നോട് ആവശ്യപ്പെട്ടത്. അതൊരു ചെറിയ കാര്യമല്ല, ലക്ഷങ്ങളിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പരിപാടിയൊക്കെ തീർന്നു, ഇനി അങ്ങനെ ആവാം. അതല്ല, നമ്മൾ നമ്മുടെ പൊതുപ്രവർത്തനം, ജനസേവനം, രാജ്യസേവനം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കണം. തെരഞ്ഞെടുപ്പ് വരും, ആരെങ്കിലുമൊക്കെ ജയിക്കും, ആരെങ്കിലുമൊക്കെ തോൽക്കും. അതിൻ്റെ പേരിൽ ഒരു ബഹളങ്ങളോ പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ ഉണ്ടാവാതിരിക്കുക. സോഷ്യൽ മീഡിയകളുടെ ഉപയോഗത്തിലൊക്കെ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കുക. ഇനി ആരൊക്കെ കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന ഒരു പടച്ച റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധം എപ്പോഴും ഉണ്ടാവുക. തെരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ അവരുടെ മേൽ സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അമാനത്ത്, അത് ഭംഗിയായി നിർവഹിക്കാൻ കഠിനമായി ശ്രമിക്കുക. അവർ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി കഠിനമായി ശ്രമിച്ച പ്രവർത്തകരുണ്ടാവാം. ആ പ്രവർത്തകർ മറക്കരുത്, ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളും ജനങ്ങളോടുള്ള സംസാരവും. ജയിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനും കനത്ത സമ്മർദ്ദം ചെലുത്തുകയും അവരെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കാൻ ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വർത്തമാനകാലത്ത് നമ്മളെ തോൽപ്പിച്ച് കളയുന്ന എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഒരു സഹോദരി, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സഹോദരി, 2 ചെറിയ കുട്ടികളുടെ ഉമ്മ, നമ്മുടെ ക്യാമ്പസുകളിലേക്കുള്ള പെൺകുട്ടികളെ ദീനുമായിട്ട് അടുപ്പിക്കാൻ MGMൻ്റെ ഗേൾസ് പെൺകുട്ടികളുടെ ക്യാമ്പസ് വിങ്ങിൻ്റെ രക്ഷാധികാരി കൂടിയായിരുന്ന ആ സഹോദരി ഇന്നലെ വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഒരു അപകടത്തിൽ അവർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ നന്മകളൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആ ചെറിയ മക്കളും ഭർത്താവും കുടുംബങ്ങളുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അവരുടെ മരണം കൊണ്ട് ആ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ആ മക്കൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر.